നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളായാലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് 21,820 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടായിരുന്നു. 21,888 സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ ഇടയിലായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്താൽ ആ ഒരു ഡയറക്ഷൻ എക്സാക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് റൈറ്റ് ട്രേഡിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്ക് 22,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 22,800, 22,700 ഇതാണ് ലോവർ ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവല്. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് സപ്പോർട്ട് ലെവലിലായിരുന്നു. ഓപ്പണിംഗ് 22,765. പക്ഷെ 800 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബൈ ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ കേസ് എപ്പോഴും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഈ ഒരു മൊമെന്റ് ഒക്കെ, വലിയൊരു മൊമെന്റ് ഒക്കെ ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ആയാലും നിഫ്റ്റി ആയാലും തിരിച്ച് 22,765 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ നിഫ്റ്റിയിലായാലും വീക്ക്നെസ് ആയിരുന്നു, ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ ലോവർ ലെവൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തതെന്നാണ് ഇത് കാണുന്നത് 22,710. അപ്പൊ 22,710 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഉടനെ, ഇൻ കേസ് 22,710 ഒരു താഴത്തേക്ക് പോയാലും 22,710 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഉടനെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസത്തിലായാലും ഇതൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ നൽകിയിരുന്നു. അതിനുശേഷമായാലും നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ നമ്മൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 22,800 800 മുകളിലേക്ക് പിന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. 800 നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ നൽകിയിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 22,700 800 സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നിന്ന് 800 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബൈ സെന്റിമെന്റിൽ സ്ട്രെങ്ത് ഉണ്ടാകുമായിരുന്നു. പക്ഷെ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലെ ക്ലോസിംഗ് ഒക്കെ കുറച്ചൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. പക്ഷെ 22,700 800 റേഞ്ചിന്റെ ഇടയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. പക്ഷെ ലോവർ ലെവലിലായാലും സപ്പോർട്ടുകൾ ഉണ്ട്. ഇപ്പം ഇന്ന് ബൗൺസ് ഇതുപോലത്തെ ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ നിഫ്റ്റിയിൽ ലോവർ ലെവലുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് 22,730 എടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 22,730. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു സപ്പോർട്ട് അല്ല, കുറച്ച് താഴെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 705. ഓപ്പൺ ചെയ്യുന്നത് 22,000 ഈ ഒരു ഏരിയയിലാണെങ്കിൽ, 22,705 730 ഏരിയയിലാണെങ്കിൽ 730 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു വീക്ക്നെസ് ആണ്. പക്ഷെ റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ആണ് ബൈക്ക് കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ 705 താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 22,640 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 22,600 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 22,575 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 22,535 സപ്പോർട്ടാണ്. ഇപ്പോൾ മാർക്കറ്റിലായാലും ഒരു വൈഡ് മൊമെന്റം വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ലോവർ ലെവൽ സപ്പോർട്ടുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 22,640 സപ്പോർട്ടിന്റെ ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകരുത്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ 730 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 600 കൂടി ബ്രേക്ക് ചെയ്താൽ 22,575
500-ന്റെ ഇടയിൽ വരുന്ന സപ്പോർട്ടുകൾ ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. അപ്പൊ 575 താഴത്തേക്ക് 575 575 മുതൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് നമ്മൾ മുൻ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു താഴത്തേക്ക് വന്നിട്ടായാലും വീണ്ടും ഇതിന്റെ മുകളിലേക്ക് തിരിച്ചു കയറിയാൽ ബൈ സെന്റിമെന്റാണ്, ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ രീതിയിലാണ് ഈ ഒരു സപ്പോർട്ട് ലെവലുകൾ മാനേജ് ചെയ്യേണ്ടത്. നമുക്ക് ഇനി ഹയർ ലെവൽ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഹയർ ലെവലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. അതായത് നിഫ്റ്റി വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഹയർ ലെവലിൽ നമ്മൾ തുടർച്ചയായിട്ടുള്ള റെസിസ്റ്റൻസുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലായാലും ഹയർ ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസുകൾ ഉണ്ട്. ഹയർ ലെവല് 22,730 മുകളിൽ 22,765 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 22,800 സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പൊ 800-ന്റെ മുകളിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുക. 800-ന് മുകളിലാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ റെസിസ്റ്റൻസ് ലെവലുകൾ വർക്ക് ചെയ്യും. ഇൻകേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 730 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 705 ആണ് പിന്നെ സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം തന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലുകൾ എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്ര സപ്പോർട്ട് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ്. അതായത് ഓപ്പണിംഗ് ക്യാനിൽ തന്നെ 48,800 ഹോൾഡ് ചെയ്തു. 48,980 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്തിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മുകളിൽ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അടുത്തൊരു സപ്പോർട്ട് 48,650 ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് താഴെ നല്ല സപ്പോർട്ടുകൾ ഇല്ല. നമ്മൾ 48,800 ഇട്ടാൽ തന്നെ വീക്ക്നെസ് ആണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലുകൾ എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത് 48,405 405 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 48,240 അടുത്തൊരു സപ്പോർട്ടാണ്. അതിനുശേഷം 48,200 240 വരുന്നത്. 48,200 240 200 ഹോൾഡ് ചെയ്തുകൊണ്ട് 240-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ സപ്പോർട്ട് വരുന്നത് 48,000-ന്റെ ഒരു താഴെയാണ് കാണുന്നത്. 47,950 സപ്പോർട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഹയർ ലെവലായാലും 48,705 റെസിസ്റ്റൻസ് ഓപ്പൺ ചെയ്യുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ വലിയ ടൈമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 705-ന്റെ മുകളിൽ ബൈ സെന്റിമെന്റിലാണ്. 48,975 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. ഹയർ ലെവലിലേക്ക് അടുത്ത റെസിസ്റ്റൻസുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസുകൾ നൽകിയിട്ടുണ്ട്. അത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് ഒരു ഓപ്പണിംഗ് സെന്റിമെന്റിൽ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് വർക്ക് ചെയ്ത് കാണുക. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റി റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. ലോവർ ലെവലിൽ 21,520 അടുത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കുക. 520 അടുത്താണ് ഇനി ഒരു സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഉള്ളത്. 21,630 ബ്രേക്ക് ചെയ്ത് വരുന്ന ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സാധ്യത. 520 അടുത്ത് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ താഴെ വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈ സെന്റിമെന്റ് നിലനിൽക്കുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഇമ്പോർട്ടൻസ് നൽകുക. ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈക്ക് ഇമ്പോർട്ടൻസ് നൽകുക. പക്ഷേ 21,765 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പൊസിഷൻ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.